കാസർഗോഡ് 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ട് തേടി. വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി.വി. മധുസൂദനനോട് ഉടൻ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. സംസ്ഥാന ബാലാവകാശ കമ്മീഷനും കുണ്ടംകുരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ എം അശോകനെതിരെ കേസെടുത്തിരുന്നു. കുട്ടിയുടെ കർണപുടം അടിച്ചു തകർത്ത അധ്യാപകന്റെ രാജി ആവശ്യപ്പെട്ട് സ്കൂളിലേക്ക് വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. ഈ മാസം 11-ന് അസംബ്ലിക്കിടെ കാലുകൊണ്ട് ചരല് നീക്കിയ 10ാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവ് കൃഷ്ണയെ കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാനാധ്യാപകൻ എം അശോകൻ കരണത്തടിക്കുകയും കുട്ടിയുടെ കർണപുടം പൊട്ടുകയും ചെയ്ത സംഭവത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ. ശിക്ഷ അർഹിക്കുന്ന കുറ്റം ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ അതിന്റെ നിയമം നോക്കി മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഒരു കാരണവശാലും കുട്ടികളെ ഉപദ്രവിക്കുന്ന നില ഉണ്ടാകാൻ പാടില്ല. കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി.വി. മധുസൂദനോടാണ് മന്ത്രി റിപ്പോർട്ട് തേടിയത്. പ്രധാന അധ്യാപകൻ എം അശോകനോട് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിലേക്ക് എത്തിച്ചേരാനും ആവശ്യപ്പെട്ടു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി 10ാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവ് കൃഷ്ണയുടെ മൊഴിയെടുത്തു. സംസ്ഥാന ബാലാവകാശ കമ്മീഷനും സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തിരുന്നു. എന്നാൽ പ്രധാന അധ്യാപകൻ എം അശോകന് ലക്ഷ്യം തെറ്റിയതാണെന്നും പിശക് പറ്റിയതാണെന്നുമാണ് PTA-യുടെ നിലപാട്. അധ്യാപകനെതിരെ കുട്ടിയുടെ രക്ഷിതാക്കൾ ബേഡകം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസും BJP-യും SFI-യും സ്കൂളിലേക്ക് മാർച്ച് നടത്തി. KSU യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളിനുള്ളിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. അധ്യാപകനെതിരെ നടപടിയെടുക്കുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ തീരുമാനം. ന്യൂസ് മലയാളം, കാസർഗോഡ്.